വയനാട് തലപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും ഭീതി പരത്തിയ കടുവ വനംവകുപ്പിന്റെ ഡാറ്റാബേസിലെ TW15 എന്ന പെൺകടുവയാണ്. ക്യാമറയിൽ പതിഞ്ഞ ചിത്രവുമായി ഉറ്റുനോക്കിയാണ് TW15 ആണെന്ന വനം അധികൃതർ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തലപ്പുഴ 43 ഉൾപ്പെടെ കടുവയെ കണ്ടിരുന്നു. പ്രദേശത്ത് ഭീതി വിതയ്ക്കുന്ന കടുവയ്ക്കായി വനംവകുപ്പ് പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് തെരച്ചിൽ ഊർജിതമാക്കി. വനംവകുപ്പ് RRT ടീമും നോർത്ത് വയനാട് സ്റ്റേഷനുകളിലെ വനജീവനക്കാരും ഉൾപ്പെടെയുള്ള 50 അംഗ സംഘം 4 ടീമായാണ് തിരച്ചിൽ നടത്തിയത്. കമ്പിപ്പാലം, ജോൺസൺ കുന്ന്, പാരിസൺ എസ്റ്റേറ്റ്, ചതുപ്പ് നിറഞ്ഞ ചില ഭാഗങ്ങൾ, 43 മൈൽ പ്രദേശങ്ങളിലും പരിശോധന നടത്തി. ഡ്രോൺ ക്യാമറകളും പരിശോധനയ്ക്കായി ഉപയോഗിച്ചു. ഇന്നത്തെ പരിശോധനയിൽ കടുവയെയോ കാൽപ്പാടുകളോ കണ്ടെത്തിയില്ല. വനത്തിനകത്തും വനാതിർത്തിയോട് ചേർന്ന വിവിധ പ്രദേശങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകളും പരിശോധിച്ചു. എന്നാൽ പുതിയ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല. അതേസമയം വയനാട് ഡാറ്റാബേസിലുള്ള 8 വയസ്സുള്ള പെൺകടുവയാണ് മേഖലയിൽ ഇറങ്ങിയതെന്ന് നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവൽ പറഞ്ഞു. നമ്മൾ ഒരുപാട് ക്യാമറകൾ വെച്ചിട്ട് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏത് കടുവയാണെന്നുള്ളതിൻ്റെ ഒരു ID നമുക്ക് ഓൾറെഡി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെയുള്ള ഒരു കടുവ തന്നെയാണത്. അതുകൊണ്ടിട്ട് നമ്മൾ ഒരു ID നമുക്ക് ഓൾറെഡി കിട്ടി. ഇനി അതിനുള്ള ഫർദർ നടപടി നമുക്ക് സ്വീകരിക്കാം. തള്ളക്കടുവയുടെ കൂടെ കുട്ടികളുമുണ്ടെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ്. 3 വയസ്സുള്ള പെൺകടുവയുടെ ദൃശ്യം തലപ്പുഴ പാൽ സൊസൈറ്റി കവലയിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. കടുവ സാന്നിധ്യമുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. തലപ്പുഴ ഗോദാവരി ഉന്നതിയിൽ കൂടും സ്ഥാപിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, വയനാട്.